ഹായ് ഓൾ. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ്, റോട്ട് ലേണിംഗ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹ്യൂമണിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബ്രാഞ്ചാണ്. അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റാണ് മെഷീൻ ലേണിംഗ്, റോട്ട് ലേണിംഗ് ഒക്കെ. ഇപ്പോൾ ഹ്യൂമൻസ് എങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്, ആ ഒരു ഫീച്ചറ് നമ്മൾ മെഷീൻ ലേണിങ്ങിൽ നോക്കുന്നത്. മെഷീൻ ലേണിംഗ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് and artificial intelligence which focuses on the use of data and algorithms to imitate the way that humans learn, gradually improving its accuracy. അത് ഹ്യൂമൻസ് എങ്ങനെ ലേൺ ചെയ്യുന്നത് ഇമിറ്റേറ്റ് ചെയ്യാണ്, ഡാറ്റ ആൻഡ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്തിട്ട് അതുമായി ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഗ്രോയിങ് ഫീൽഡ് ഓഫ് ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് മെഷീൻ ലേണിംഗ്. അതിൽ ഫസ്റ്റ് നമുക്ക് റോട്ട് ലേണിംഗ് എന്താ നോക്കാം. റോട്ട് ലേണിംഗ് ഇസ് സിംപ്ലി ബൈ ഹാർട്ടിങ് ആൻഡ് മെമ്മറൈസിങ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്യാറുണ്ട്. ബൈ ഹാർട്ട് ചെയ്യാറുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പിന്നീട് ലൈഫിൽ ചെയ്യുന്നത്. ലൈക്ക് അതിന് എക്സാമ്പിൾസ് ഉണ്ട്. റോട്ട് ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് മെമ്മറൈസിങ് സ്പെസിഫിക് ന്യൂ ഐറ്റംസ് ആസ് ദേ ആർ എൻകൗണ്ടേർഡ്. ചില ഐറ്റംസ് നമ്മൾ മെമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി മാത്സിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ട് ലേണിംഗ് ആണ്. അതിൻ്റെ ബേസിക് മെത്തേഡ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ടാണ് നമ്മളത് ഫർദർ ഫ്യൂച്ചർ യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. The basic idea is simple and easy to realize within a computer program. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലായാലും ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഈച്ച് ഐറ്റം എ ന്യൂ ആൻഡ് എ യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫോർമേഷൻ ഈസ് എൻകൗണ്ടേർഡ് അറ്റ് എ ടൈം. ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ ഓരോന്നും ഓരോ ഇൻഫോർമേഷൻസും നമ്മൾ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് അത് നമ്മൾ വേറൊരു സ്റ്റെപ്പിലേക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം റോട്ട് ലേണിംഗ്. ഈച്ച് ടൈം എ ന്യൂ ആൻഡ് എ യൂസ്ഫുൾ പീസ് ഓഫ് ഇൻഫോർമേഷൻ ഈസ് എൻകൗണ്ടർഡ്, ഇറ്റ് ഈസ് സ്റ്റോർഡ് എവേ ഫോർ ഫ്യൂച്ചർ യൂസ്. The two best examples of rote learning are alphabets and numbers. ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് എക്സാമ്പിളാണ് ആൽഫബറ്റ്സും നമ്പേഴ്സും. അത് നമ്മൾ ആദ്യമേ ബൈ ഹാർട്ട് ചെയ്ത് പിന്നീട് യൂസ് ചെയ്യുന്നതാണ്. സ്ലൈറ്റ്ലി മോർ കോംപ്ലിക്കേറ്റഡ് എക്സാമ്പിൾ ഇൻക്ലൂഡ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആൻഡ് സ്പെല്ലിംഗ് വേർഡ്സ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, സ്പെല്ലിംഗ് വേർഡ്സ് അതൊക്കെ ഈ റോട്ട് ലേണിംഗ് എക്സാമ്പിൾസ് ആണ്. Rote memory has been found to be extremely effective in teaching basic math concepts. ബേസിക് ആയിട്ടുള്ള മാത്ത് കോൺസെപ്റ്റ്സിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് റോട്ട് മെമ്മറി. നമ്മളെ മാത്സിൽ നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളത് പിന്നീട് യൂസ് ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആയാലും നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് യൂസ് ചെയ്യണം. ലൈക്ക് അത് തന്നെ ബൈ ഹാർട്ടിങ് ആൻഡ് മെമ്മറൈസിങ് ആൻഡ് അഗെയിൻ യൂസിങ് അത് തന്നെ.
Studies have shown that rote memory is perhaps the most effective way for primary students to learn counting, addition, subtraction, and multiplication tables. പ്രൈമറി സ്റ്റുഡൻസിന് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് റോട്ട് മെമ്മറീനെ കൺസിഡർ ചെയ്യുന്നത്. റോട്ട് മെമ്മറിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ മെമ്മറൈസേഷൻ, ലേണിംഗ് സംതിങ് ബൈ റിപ്പീറ്റിംഗ്. മെമ്മറൈസേഷൻ തന്നെയാണ് റോട്ട് ലേണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇറ്റ് അവോയ്ഡ്സ് inner complexities and focuses on memorizing material so that it can be recalled later for the same input. അത് ഇന്നർ കോംപ്ലക്സിറ്റീസ് ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അറിയാവുന്നൊരു കാര്യം മെമ്മറൈസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റീസ് കുറവാണ്. പിന്നെ അത് സെയിം ഇൻപുട്സിന് യൂസ് ചെയ്യുമ്പോൾ അത് എഗെയിൻ റീകോളാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 2 ഫാക്ടോറിയൽ കാണണം. 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 × 1 = 2 ഫാക്ടോറിയൽ ആണ്. അത് നമ്മൾ 1 ടൈം എടുത്തു, അത് നമ്മളൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എഗെയിൻ നമുക്ക് ആ സെയിം ഇൻപുട്ട് ആവശ്യമുണ്ട്. 2 ഫാക്ടോറിയൽ എന്നുള്ളൊരു ഇൻപുട്ട് സെയിം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെമ്മറിയിൽ നിന്നും അത് യൂസ് ചെയ്യും. ആ ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ് ലേണിംഗ് ആൻഡ് മെമ്മറൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. ലേണിംഗ് സംതിങ് ബൈ റിപ്പീറ്റിംഗ്. റിപ്പീറ്റഡ്ലി നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ലേണിംഗ് സംതിങ് ബൈ റിപ്പീറ്റിങ്ങിൽ വരുന്നത്. ഇൻ ദിസ് ഓവർ ആൻഡ് ഓവർ എഗെയിൻ മെത്തേഡ് ഇസ് യൂസ്ഡ്. ഇറ്റ് ഈസ് സിമിലർ ടു ഹൗ വി ലേൺ പോയംസ്. നമ്മൾ പോയംസ് എങ്ങനെയാണ് പറയുക, പഠിക്കുക, എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളത് വായിച്ച് മെമ്മറൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യുന്നത് വെക്കുന്നതാണ്. ലൈക്ക് ചെറുതാവുമ്പോഴൊക്കെ നമ്മൾ ട്വിങ്കിൾ ട്വിങ്കിൾ ആ ഒരു പോയമൊക്കെ നമ്മൾ ചെറുതാവുമ്പോൾ ഒരുപാട് തവണ വായിച്ച് പാടി പഠിച്ചത് മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് എപ്പോഴും അവിടെ മെമ്മറിയിലുണ്ടാവും. അതേപോലെ ചില മെത്തേഡ്സ് ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ്. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റോട്ട് ലേണിംഗ് ഇസ് സേവിങ് നോളജ് so it can be used again. Retrieval is only problem. No repeated computation, inference or query necessary. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് നോളേജ് സേവ് ചെയ്ത് നമ്മൾ എഗെയിൻ യൂസ് ചെയ്യുന്നതാണ്. റിട്രീവൽ ഇസ് ദ ഓൺലി പ്രോബ്ലം. അത് പിന്നെ നമ്മൾ റിട്രീവ് ചെയ്യുന്നതാണ്. നോ റിപ്പീറ്റഡ് കമ്പ്യൂട്ടേഷൻ, ഇൻഫറൻസ് ഓർ ക്വറി നെസസറി. റിപ്പീറ്റഡായിട്ട് കമ്പ്യൂട്ടേഷൻ ചില സമയം നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം അതിന് എക്സാമ്പിളാണ് നമ്മൾ ക്യാഷിങ്, നമ്മൾ കുക്കിയൊക്കെ നമ്മൾ ചില ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുക്കിയിൽ സേവ് ആവുന്നില്ല. നമ്മൾ എഗെയിൻ അത് എടുക്കുമ്പോൾ കുക്കിയിൽ അത് സേവ് ആയിട്ടുണ്ട് നമ്മളെ ചില ഡീറ്റെയിൽസൊക്കെ. ആ ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് തന്നെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്. നമ്മൾ ചില കാര്യങ്ങൾ അഡ്വൈസ് എടുത്തിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആണ് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്. ദിസ് ടൈപ്പ് ഈസ് ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് വേ ഓഫ് ലേണിംഗ്. In this type of learning, a programmer writes a program to give some instruction to perform a task to the computer. ഒരു ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതും എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഒരു അഡ്വൈസാണ്, ലൈക്ക് ആൻ അഡ്വൈസ്. എ പ്രോഗ്രാമർ റൈറ്റ്സ് എ പ്രോഗ്രാം ടു ഗിവ് സം ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ ടാസ്ക്. വൺസ് ഇറ്റ് ഇസ് ലേൺഡ് ദാറ്റ് ഈസ് പ്രോഗ്രാം. ഒരു പ്രാവശ്യം അത് ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സിസ്റ്റം വിൽ ഏബിൾ ടു ഡു ന്യൂ തിങ്സ്. അപ്പോൾ സിസ്റ്റം ന്യൂ തിങ്സ്
ന്യൂ തിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏബിളാണ്. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യുന്നതാണ് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്. Also, there can be several sources of taking advice such as human experts, internet, etc. അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് വേറെയും സോഴ്സസ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ്, ഹ്യൂമൻ എക്സ്പേർട്സ് മീൻസ് പ്രോഗ്രാമേഴ്സ് തന്നെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില സോഴ്സുകൾ, എന്ത് സോഴ്സുകളാണ് യൂസ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് അഡ്വൈസായിട്ട് കൊടുക്കുന്നത്. അഡ്വൈസായി കൊടുക്കുക എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ്. However, the type of learning has more necessity of inference than rote learning. As the stored knowledge in the knowledge base gets transformed into an operational form, the reliability of the knowledge source is always taken into consideration. അപ്പോൾ നോളേജിൻ്റെ റിലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓൾറെഡി സ്റ്റോർ ചെയ്തൊരു നോളേജിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുന്നതും ഒക്കെ, വേറൊരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലേണിംഗ് ബൈ പ്രോബ്ലം സോൾവിങ്. No teacher advice but learning by experience. No teacher advises but learning by experience. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യാറുണ്ട്. അത് ഒരാളുടെ അഡ്വൈസ് വെച്ചിട്ടല്ല, നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. It doesn't include increase in knowledge, just method of using knowledge. അതൊരിക്കലും ഒരു ലേണിംഗ് ബൈ പ്രോബ്ലം സോൾവിങ്ങിൽ നോളേജ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, അത് ഒരു മെത്തേഡിനെയാണ് കുറച്ചും കൂടി ഈസിയർ ആക്കുന്നത്. നമ്മൾ സപ്പോസ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാണ് മാത്സിൽ, അത് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, നമ്മളത് പല മെത്തേഡ്സ് വഴി അത് സോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനിലെത്താം. ഈസിയർ മെത്തേഡിലാവാം, ഒരു നോർമൽ മെത്തേഡിലാവാം. അത് ഒരു ആളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ടാലൻറ്റ് വെച്ചും അത് നമുക്കത് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എക്സ്പീരിയൻസിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അതാണ് ലേണിംഗ് ബൈ പ്രോബ്ലം സോൾവിങ്. ലേണിംഗ് ബൈ പാരാമീറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടായാലും, അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ എത്ര മെത്തേഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം വഴിയുണ്ട് നമുക്ക് അറിയാൻ മതിയാവും. ആ ഒരു മെഷീനിന് യൂസ് ചെയ്യാൻ പറ്റും. Many programs rely on evaluation procedure that combines information from a secured source into a single summary statistic. Pattern classification often combines with the weights. പാറ്റേൺ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ വെയ്റ്റ്സിനെ കൺസിഡർ ചെയ്യും. It is difficult to know how much weight has to be attached to each feature. ഓരോ ഫീച്ചറിനും എത്ര വെയ്റ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനും ഡിഫിക്കൾട്ടാണ്. വൺ വേ ടു ഫൈൻഡ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. അപ്പം ഒരു വേ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, എത്ര വെയ്റ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ദെൻ another method is to use the outcome to adjust the weight for factors in an evaluation function. പിന്നെ നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ വെയ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് മെഷീൻ ലേണിംഗ്
റോട്ട് ലേണിംഗ് പറഞ്ഞു. റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ബൈ ഹാർട്ടിങ് ആൻഡ് മെമ്മറൈസിങ് മെത്തേഡാണ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് മെമ്മറൈസ് ചെയ്യുന്നത്. പിന്നീട് പറഞ്ഞത് ടേക്കിംഗ് ലേണിംഗ് ബൈ ടേക്കിംഗ് അഡ്വൈസ് ആണ്. അഡ്വൈസ് അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നത്. ദെൻ ലേണിംഗ് ബൈ പ്രോബ്ലം സോൾവിങ് ആണ്. ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്.